ഈ പ്രതിഷേധത്തിൻ്റെ കുന്തമുന ഷാഫിക്ക് നേരെയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നത്, ഷാഫിയും തിരിച്ചറിയുന്നുണ്ട്. ലക്ഷ്യം താനാണ്. എന്തുകൊണ്ടാണ് ഷാഫി CPM ലക്ഷ്യമാവുന്നത് ചോദിച്ചാൽ പല കാരണം കൊണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ്സിലെ ഏറ്റവും ജനകീയനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലാണ്. ഏറ്റവും ജനകീയ അദ്ദേഹത്തിൻ്റെ പാൻ കേരള അക്സെപ്റ്റൻസ് മാത്രമല്ല, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആളുകളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ കഴിവാണത് സാധ്യമാകുന്നത്. വടകര നമ്മൾ കണ്ടാണ്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും മികച്ച ഉദാഹരണമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ സംബന്ധിച്ച് CPM അങ്ങനെ ജനകീയരായ നേതാക്കളുണ്ട് അവർക്ക്. ഇപ്പോൾ പിണറായി വിജയൻ കഴിഞ്ഞാൽ CPM നിന്ന് ജനങ്ങളുടെ പിന്തുണ ഏറ്റവും കൂടുതൽ ആർജിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഒരു പാൻ കേരള അക്സെപ്റ്റൻസ് ഉള്ള മറ്റൊരു നേതാവായിരുന്നു KK ശൈലജ. അപ്പോൾ KK ശൈലജ ഇത്രയും വലിയ മാർജിനിൽ തോൽപ്പിക്കാൻ ഷാഫിക്ക് കഴിഞ്ഞെങ്കിൽ ഷാഫിയുടെ ഒരു എന്താണ് പറയുക, ഒരു പൊട്ടൻസി എത്രയാണെന്നുള്ളത് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് VD സതീശനെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മർമ്മത്ത് അടിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ മർമ്മത്ത് അടിക്കണമെങ്കിൽ ഒന്നിൽ സതീശിനെ അടിക്കണം, അല്ലെങ്കിൽ ഷാഫി അടിക്കണം എന്നുള്ളത് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു ഇരയിട്ടുകൊണ്ട് ഷാഫിയെ തന്നെ CPM ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത് ഷാഫിയും തിരിച്ചറിയുന്നുണ്ട്, കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ നമുക്കറിയാം. ഇന്നലെ VD സതീശൻ വളരെ വൈകാരികമായിട്ട് പ്രതികരിച്ചു. CPM കരുതിയിരുന്നോ എന്നൊരു താക്കീത് കൊടുത്തു. ആ താക്കീതിന് പലതരത്തിൻ്റെ മാനങ്ങളുണ്ട്. പക്ഷേ VD സതീശനും കോൺഗ്രസും ഒക്കെ ഇന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്നെന്താ പ്രതീക്ഷിക്കുന്നത്? എന്തോ ഒരു ബോംബ് വരാനിരിക്കുന്നു, എന്തൊക്കെയോ റിവീൽ ചെയ്യാൻ പോവാണ്. ഇന്ന് VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. പിണറായി വിജയൻ എന്താണ് പറയുന്നത്? ഇത് ഇവിടം കൊണ്ട് തീരുന്നതാണ് നല്ലത്. അതൊരു താക്കീത് മാത്രമല്ല, അതൊരു മെസ്സേജ് കൂടിയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രാഷ്ട്രീയമായി പോരടിക്കാം. അപ്പോൾ രാഷ്ട്രീയമായി പോരടിക്കുന്നത് ഓക്കെ, പക്ഷേ ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പാകപ്പിഴവുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് എക്സ്പോസ് ചെയ്യുക. ഇത് മറ്റ് പല സംസ്ഥാനങ്ങളും അതിന് വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ MLA കയ്യോടെ പിടികൂടി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. അല്ലെങ്കിൽ MP BJP നേതാവിനെ റോഡ് സൈഡിൽ നമ്മൾ നാഷണൽ ഹൈവേയിൽ കണ്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ പരസ്പരം എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരെല്ലാവരും നഗ്നരായി പോകും. എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടിക്കാരും നഗ്നരാകും. എന്ന് മാത്രമല്ല, അങ്ങനെ നഗ്നതയുള്ള ആളുകളുണ്ട്, ഇരു മുന്നണിയിലുള്ള ആളുകളുണ്ടാവും. അതൊരു ഒരിക്കലും ആശാസ്യമായ ഒരു രാഷ്ട്രീയ സംസ്കാരമോ ശൈലിയോ അല്ല. അതാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുകയാണ്. സതീശനും പറയുന്നത്, സതീശൻ മറ്റെല്ലാ കാര്യത്തിനും വിശദീകരണം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇന്നലെ കാണിച്ച ആ ഒരു ചേഷ്ടയോ, അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു വൈകാരികതയോ, ഇന്നലത്തെ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിന് തൊട്ടുടനെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ഒരു പുതിയ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത് 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുവരെ കോൺഗ്രസിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങളെ കോൺഗ്രസ് ചെറുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് ചെറുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട്, അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തന്നെ പുറത്തുവിട്ട ഏറ്റവും ഒരു വലിയ വാർത്തയാണ് BJP നേതാവ് C. കൃഷ്ണകുമാറിനെതിരെയുള്ള പീഡനാരോപണം പരാതി സംബന്ധിച്ച വാർത്ത. ആ വാർത്ത പോലും പൂർണ്ണമായും ഓൺ ചെയ്യാനോ, പൂർണ്ണമായും അത് ഏറ്റെടുത്ത് BJP അറ്റാക്ക് ചെയ്യാൻ പോലും ആരും ശ്രമിക്കുന്നില്ല, കോൺഗ്രസ് ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഇതാണോ ബോംബ്, ഈ ബോംബ് ഞങ്ങളുടേതാണ്, ഇതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞ, കാളയെ വാങ്ങി വെച്ചോളൂ എന്ന് ഇനിയും മാർച്ച് നടത്തേണ്ടി വരുമെന്ന് BJP ഇന്നലെ വെല്ലുവിളിച്ചപ്പോൾ പോലും ഇന്ന് ആ വാർത്ത പോലും എന്ത് ചെയ്യുന്നില്ല, ഇതായുധമാക്കി BJP അടിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അതായത് BJPക്കെതിരെ എന്നല്ല, CPMനെതിരെ എന്നല്ല, ഇത്തരം ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എക്സ്പോസ് ചെയ്തുകൊണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നൊരു തിരിച്ചറിവ് BJPക്കകത്തും CPMനകത്തും കോൺഗ്രസിനകത്തും രൂപപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനർത്ഥം ഇവർ സ്ത്രീകളുടേതായ പ്രശ്നങ്ങളിൽ അതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു, അത്തരം ആരോപണങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നൊന്നുമല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യാനുള്ള ശ്രമം, അതിൽ ചിലപ്പോൾ നിരപരാധികൾ പോലും എന്തു ചെയ്യും, ഇരകളാക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഒഫൻസുകൾ, അത് എക്സ്പോസ് ചെയ്യാൻ പരസ്പരം ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് കൂടുതൽ വഷളാവുകയുള്ളൂ, നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം വഷളാവുകയുള്ളൊരു ബോധത്തിലേക്ക് ഈ മൂന്ന് മുന്നണികളും BJPയും LDFും UDFും എത്തിച്ചേർന്നുണ്ടെന്നാണ് ഇന്നത്തെ പ്രതികരണം മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതിപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്നുള്ളത് പുരുഷന്മാരായ രാഷ്ട്രീയക്കാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയായുധമായല്ല മാറേണ്ടത്. ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുക, അതാണ് രാഷ്ട്രീയക്കാരുടെ പ്രധാനപ്പെട്ട പണി. അവരോടൊപ്പം നിൽക്കുക, അവരുടെ പരാതിക്കൊപ്പം നിൽക്കുക, ഇരകളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയമാണ്.
അതിനപ്പുറം പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആയുധമായി ഇത്തരം കേസുകളും ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെയും മാറ്റുന്ന ഒരിക്കലും നല്ല സംസ്കാരമല്ല എന്നൊരു തിരിച്ചറിവ് വളരെ വളരെ നല്ലതാണ്. അതാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിലെ സംഭവവികാസങ്ങളോട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്.